ടിക്കറ്റൊക്കെ ഓക്കെ ഉണ്ട്. ഞാൻ അവിടെ ഒന്ന് വിളിച്ച് പറയട്ടെ. സന്തോഷവും ഹലോ. ഹലോ ഇക്ക, എന്താണ് വിശേഷം അവിടെ രണ്ടുപേർക്കും? നല്ല വിശേഷിക്ക. ഞാൻ അവന്റെ അടുത്ത് കിടക്കണേരുന്നു, അവനൊന്ന് ഉറക്കണേരുന്നു. നിനക്കൊരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. എന്താണിക്ക? എന്റെ ടിക്കറ്റ് ഒക്കെ ഓക്കെ. ഞാൻ 7-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ പടച്ചോൻ അനുഗ്രഹിച്ച ഞാൻ അവിടെ എത്തും. 7-ാം തീയതിക്ക? ഇനി ഒരാഴ്ച ഉള്ളൂലിക്ക. എന്നിട്ട് ഇപ്പഴാണല്ലോ ഇക്ക പറയണത്. ടിക്കറ്റ് ഒക്കെ ഓക്കാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇക്ക ഒരു സൂചന പോലും എനിക്ക് തന്നില്ല വരുന്ന കാര്യത്തെ കുറിച്ച്. അതെനിക്ക് ലീവിന്റെ ഒരു ഉറപ്പുണ്ടായില്ല. അത് കൺഫേം ആയാലല്ലേ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താ വേണ്ടത് നിങ്ങൾക്ക്? എന്റെ മോൾക്ക് എനിക്ക് എന്റെ ഇക്കാനൊന്ന് കണ്ടാ മതി. എനിക്ക് ഒന്നും വേണ്ട. എന്റെ കുഞ്ഞുമോൻ എന്താ വേണ്ടത്? കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അവൻ ഇപ്പൊ എന്ത് പറയാനാണ്? എന്ത് വേണോന്ന്? അവന് വല്ല പൗഡറാ സോപ്പൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വേണോ? ചെറിയ 1-2 ഉടുപ്പുകളും മേടിച്ചിട്ടുണ്ട്. നിനക്കും മേടിച്ചിട്ടുണ്ട്. അടിപൊളി മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഇക്കാനൊന്ന് കണ്ടാ മതി. എനിപ്പോ ഒരാഴ്ച കാത്തിരുന്നാ പോലെ കാണാലോ. ഇക്ക എന്നെ പറ്റിക്കാൻ വേണ്ടി പറയണേണ് ഇക്ക, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ. ഇത് ശരിക്കും റെഡിയാണ് സംഭവം. ടിക്കറ്റ് ഒക്കെ എന്റെ കയ്യിൽ റെഡി ആയി കഴിഞ്ഞ് എന്റെ കൂട്ടുകാരനോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് ഇക്കാനെ കാണാൻ കൊതിയായിക്ക. എനിക്കും നിന്നെയും കുഞ്ഞിനെയും കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് ഞാൻ. മോനെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ മോനെ കണ്ടിട്ടില്ലല്ലോ. വീഡിയോ കോളിൽ മാത്രമല്ല കാണുന്നത്. നേരിട്ട് കാണാൻ എനിക്ക് മനസ്സ് ഇങ്ങനെ ആഗ്രഹിച്ചോണ്ട് ഇങ്ങനെ. ആ ശരി എന്നാ ഹാപ്പി ആയിട്ടിരി. എന്നാ ശരി. ശരി എന്നാ ഞാൻ എയർപോർട്ടിൽ എത്തിക്കാൻ വിളിക്കാം കേട്ടോ. മോനെ, മോന്റെ ഉപ്പ വന്നിട്ടുണ്ടാ. അവൾക്ക് ഹാപ്പിയായി. റസാക്കെ കഴിഞ്ഞ രസം പോലെ ആവുന്നുള്ള ചിന്ത ഇപ്പോഴും എന്നോട് ചോദിക്കണത്. റസാക്കെ എന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. വൈകിട്ട് നമുക്ക് പോയിട്ട് ആ ടിക്കറ്റും കളക്ട് ചെയ്യണം. പിള്ളേർക്ക് കുറച്ച് സാധനം മേടിച്ചാൽ കുറച്ച് ബാക്കിയും കൂടെ ഉണ്ട്. അവർക്കും കുറച്ച് സാധനം മേടിക്കണം. പിന്നെ ബന്ധുക്കാർക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ മേടിക്കണം. നമുക്ക് ഒന്നിച്ച് പോകട്ടാ. റസാക്കെ കുറച്ച് പണ്ട് എനിക്ക് തന്നെ കേട്ടാ. ഞാൻ വന്നേ ബാക്കി പിന്നെ തരാം എടാ. ആ നൗഫലിനോടും പറഞ്ഞേക്കാം, അവനോടും പറഞ്ഞേക്കാം. രണ്ടുപേരും കളക്ട് ചെയ്ത് കൊടുത്താ. ഇപ്പൊ നമുക്ക് പോയിട്ട് പോകാലാ. പറ്റിക്കരുത് നീ വന്നം കേട്ടാ. നീ നാട്ടിൽ പോകാനുള്ളതാണ്. ഒരാഴ്ച ഉള്ളു കേട്ടാ. എന്നാ ശരി, ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതാൻ ചെയ്തട്ടെ. ഇക്ക ഒന്നല്ല, വണ്ടിക്ക് ശബ്ദം കിട്ടണ്ടല്ലോ. യാത്രയൊക്കെ സുഖമായിരുന്നേക്കാ? ഉപ്പാന്റെ ചക്കര മോനെവിടെ? എത്ര നാളെ ഉപ്പ കണ്ടിട്ട്. വീഡിയോ കോളിൽ ഉപ്പ കാണുന്നത്. ആ ചിരി കണ്ടില്ലേ? ഉപ്പാനെ കണ്ടിട്ട് ചിരിക്കുന്ന മനസ്സിലായിട്ടോ? നീ വീഡിയോ കോളിൽ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് മനസ്സിലായോ? പിന്നെ മനസ്സിലാവണ ഒരു പ്രായം പോയിക്ക. നിന്റെ ആ കള്ളച്ചിരി തന്നെ അവനുണ്ട് കേട്ടോ. എന്നെ പോലെ ഇക്കാനെ പോലെ. എന്തായി? ഞാനൊന്നെടുക്കട്ടെ. മോനെ കിട്ടിയപ്പോ എന്നെ വേണ്ട. നിന്നെയും വേണം. നിന്നെയും കൂടി കാണാനല്ലേ വന്നത്. പോവാം റൂമിലേക്ക്. വായിക്കാം.
പല്ലേക്ക് നട്ടറക്കി. ഒരാളൊരു പൊതിയുന്നുണ്ട്, ഗഫൂറിന്റെ പൊതി കൊണ്ട് കൊടുക്കാനുണ്ട്, അയാളുടെ ഉമ്മ കൊടുക്കാനുള്ളതാണ്. ഞാൻ കൊടുത്തിട്ട് ഉച്ചക്ക് ലഞ്ചിന് ഉച്ചക്ക് നല്ല മീൻകറി ഉണ്ടാക്കി വെക്കാം. ഇന്നലെ ഒന്നിക്ക ഇവിടെ ഇരിക്കണ പോയ എനിക്ക് ഭംഗിയായിട്ട് ഇരുന്നിട്ട് എല്ലാവരും സാധനം കൊടുക്കാൻ കഴിയും. എല്ലാരും വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഇക്കാനെ കാത്തിരിക്കണേരുന്നു. ചോറ് വിളമ്പട്ടേക്കാ എടുക്കാന്നാ ചോറ്. ആ ശരി ഇക്കാ, ഞാൻ എടുക്കാം. നല്ല മീൻകറി എടുക്കാം. ഇരിക്കാം, ക്യാബേജും കൂടി എടുക്കാം. മീൻ വറുത്തത് കഴിക്കാം. മീൻ വറുത്തത് ഇഷ്ടമാണല്ലോ. നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മടുത്തി നാടൻ മീൻകറി കൂട്ടി ചോറ്. നല്ല ക്യാബേജ് ഉണ്ടല്ലോ. പിന്നല്ലാണ്ട് ഇത്ര നാളെ ഈ നാട്ടിലെ ക്യാബേജ് എന്റെ കൈ കൂട്ടി കറി കൂട്ടിട്ടല്ലോ ഇതിന് കഴിഞ്ഞ് 2 വർഷം കഴിയണ്ട ഇങ്ങനെ ഒരു പിടിയായിരുന്നെങ്കിൽ ഇവിടെ നമ്മളെ പ്രവാസികളുടെ ബുദ്ധിമുട്ട്. നല്ല മസാല, നല്ല മീൻകറിയാണല്ലേ. എന്റെ മീൻ വറുത്തൊരു പ്രത്യേക ടേസ്റ്റ്. ഇത് കഴിക്കണ നല്ല സന്തോഷം. ഇല്ലാത്തപ്പോ ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയിട്ട് ഒറ്റക്ക് തന്നെ ഞാനിങ്ങനെ കഴിക്കണം. മടുപ്പ് തോന്നും എനിക്ക്. നമ്മൾ ഉണ്ടാക്കുമ്പോ ഒരാൾ കഴിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുള്ളൂ. ഒക്കെ പോയി കഴിയുമ്പോ എനിക്ക് സങ്കടം തന്നെ. ഒന്നും ഉണ്ടാക്കാനും തോന്നൂല. എന്താണിക്ക ചുമ്മാ
വീട് എന്താണ് വന്നില്ല റൂമിലേക്ക്? വരേക്കാം, ഇത്തിരി കൂടി പണിയുണ്ട്. അടുക്കള ഒന്ന് തുടച്ചിട്ട് വരാം. നടക്കട്ടെ. എന്താണ് എത്ര നേരമായി ഞാൻ കാത്തിരിക്കണം? ഞാൻ കുളിക്കാൻ പോയതായിക്കാം. അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. ഇന്ന് പണിയൊക്കെ കുറച്ച് ചെയ്യുമ്പോ ബാക്കി നാളെ ചെയ്യാം. പിന്നെ നമ്മുടെ കുഞ്ഞാവൊക്കെ ഉറങ്ങിയ? ആ കുഞ്ഞാവിനെ തൊട്ടിക്കെടുത്തി. നാളെ നമുക്കൊരു ടൂർ പോയാൽ? അപ്പൊ കുഞ്ഞാവക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മരുന്ന് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഹാപ്പി ആയത് കേട്ടപ്പോ തന്നെ. പിന്നെ ഇക്കാന്റെ ഒപ്പം എവിടെയെങ്കിലും പോണെങ്കിൽ സന്തോഷമുള്ള കാര്യമില്ലേ? നമുക്ക് ഇങ്ങനെ വല്ലപ്പോഴല്ലേ ഇങ്ങനെ കൊല്ലത്തിലെ വല്ലപ്പോഴും ഇങ്ങനെ അവസരങ്ങളൊക്കെ കിട്ടണത്. ഈ ഗൾഫിൽ മുരടിച്ച ലൈഫല്ലേ. നമ്മുടെ പ്രവാസികളുടെ അവസ്ഥ ഇങ്ങനെയാണ്. വരിക, നാട്ടിൽ വരിക, കുറച്ചു നേരം നിൽക്കുക, പോവുക. അതിനുള്ളൂ മക്കളെ കുറിച്ചൊക്കെ ഇക്ക അതൊന്നും പറയില്ല. ഇക്ക ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോ ഇതിനെ കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കല്ലേ പോണ കാര്യമൊന്നും. ടൂർ എവിടെ പോണപ്പോ കൂട്ടി പോയാലോ? എവിടെയാണെങ്കിലും പോവാ. ഇക്ക എവിടെ വിളിച്ചാലും ഞാൻ വരും. എന്നാ നമുക്ക് കിടക്കാം. ഞാനേ ഒന്ന് കൊച്ചിന്റെ ഇത്തിരി പാല് കലക്കി എടുക്കട്ടെ അവന്. അപ്പൊ രാത്രി വല്ല എഴുന്നേറ്റാ പെട്ടെന്ന് കൊടുക്കാനേ. അപ്പൊ ഉറങ്ങണം. വേഗം കൂടി ഒന്ന് വേഗം വാങ്ങട് പോട്ട്. ഇതെന്താണിത്? ഇക്ക എവിടെ പോണേ? സ്പ്രേ ഒക്കെ അടിച്ചിട്ട്? ഞാൻ മാത്രം സ്പ്രേ അടിച്ചപ്പോ എവിടെയും പോണില്ല കേട്ടാ. എനിക്ക് അടിക്കണ്ടിക്ക. എനിക്കിതിന്റെ സ്മെല്ല് തലവേദന ഒരുക്ക. ഈ രാത്രിയാ തലവേദന? എത്ര നാളെ എന്റെ തങ്കക്കുടത്തിന് അടുത്തിട്ടിട്ട്. അപ്പൊ ഈ സമയങ്ങളെ എന്താ ഇത്ര സ്നേഹിക്കല്ലിക്ക. ഇന്ന് നമുക്ക് പോണ്ടല്ലിക്ക. ഞാൻ ഈ ഉടുപ്പൊക്കെ എടുത്ത് നോക്കട്ടെ. ഇക്കാന്റെ ഈ ജീൻസ് മതിയാ? അത് മതി മതി. ഈ ബ്ലാക്ക് മതിയല്ല? ബ്ലാക്ക് മതി. ഉപ്പാന്റെ കുഞ്ഞമ്മനല്ലേ, ചക്കര മോനല്ലേ, നമ്മ ടൂർ പോണില്ലേ, ചക്കര വാവയല്ലേ. പിന്നെ മരുന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ എടുക്കണം. ഗൾഫിൽ നിന്നുള്ളത് കുഞ്ഞിനെ പിടിക്കണേക്ക? വേണ്ട, ഞാൻ പിടിച്ചോളാം. ഹലോ, എന്താ റസാക്കെ? അൻസി നമ്മണ്ടല്ലേ? എന്തേ ഉടനെ കയറാനാ? എന്താണ് അറബി എല്ലാവരും തിരിച്ചു വിളിക്കാനോ? ശരി, എന്നാ വൈകിട്ട് വിളിക്കാം. ഉടനെ അങ്ങോട്ട് ചെല്ലാനാ പറയണം. അവിടെ എന്തോ പ്രശ്നമുണ്ട്. അറബി അവിടെ പോയി ലീവ് വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇക്കാനിപ്പോ നിന്ന് പോലും മതിയായില്ലിക്ക. എന്ത് ചെയ്യാൻ, പ്രവാസിയുടെ ജീവിതം ഇങ്ങനെയാണ്. കൊച്ചിനെ കണ്ടുപോലും പുതിയ മാറിയില്ല. പോയില്ലെങ്കിൽ ജോലി പോവും, അതാണ് പ്രശ്നം. ടൂറ് പോകാത്തതിലൊന്നല്ല എനിക്ക് വിഷമിക്കാനെ. വന്നിട്ടൊന്ന് കൂടെ നിന്ന് കൊതി തീർന്നില്ലിക്ക. എന്തായാലും അടുത്ത ലീവിനെ വരുള്ളൂ. ഇക്കരം കിട്ടും കൊച്ചായി. ഇപ്പൊ കൂട്ടണം. ഇനി ഒരു കാണണ്ട.
കഴിക്കാം